ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ആഴ്ച ഫുൾ പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ എപ്പിസോഡായിട്ടാണ് പറയുന്നത്. മഹേഷിനോട് സത്യങ്ങളൊക്കെ പറയുന്ന ഇഷിതേനെ കാണിച്ചിട്ടാണ് 2 ദിവസം മുമ്പ് എപ്പിസോഡ് ലാസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇഷിതയാണെന്നുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ പറയുമ്പോൾ മഹേഷ് പറയുന്നത് വേറൊന്നുമല്ല, ഇത്രയും ലേറ്റായി, അതായത് വിവാഹത്തിന് ഇനിയിപ്പോൾ അധികം സമയമൊന്നുമില്ല, ഇനി വിവാഹം ഈ കാര്യം പറഞ്ഞിട്ട് ഈ വിവാഹം വേണ്ടെന്ന് വെക്കാന്നുള്ളത് അത് ഒരുപാട് പേരുടെ ജീവിതമാണ് തകർക്കുക. കാരണം എന്നുള്ളത് വിനോദിന്റെ അതുപോലെ സുചിത്രയുടെ ഈ ഒരു പ്രണയത്തിന്റെ കാര്യമൊന്നും അനുഗ്രഹക്ക് അറിയില്ല. അതുകൊണ്ട് അത് ഭയങ്കര പ്രശ്നവും. പിന്നെ രണ്ടാമത്തെ കാര്യം, അനുഗ്രഹം എന്ന് പറഞ്ഞ കുട്ടി ഒരു പാവം കുട്ടിയാണ്. അവക്ക് ഇത് എത്രമാത്രം താങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ തനിക്കറിയാലോ, അരുന്ധതി മേഡത്തിന്റെ കയ്യിലാണ് എന്റെ ഭാവി ഉള്ളത്. അരുന്ധതി മേഡം കേരള ചാപ്റ്റർ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ച, അത് വേറെ ആരെങ്കിലും കൊടുക്കാൻ തീരുമാനിച്ച, അത് ആകാശ് മേനോനെ വാങ്ങിക്കോളും. അതെനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട ഈ നിലയിൽ കമ്പനി കൊണ്ടുവന്നത്, അത് പെട്ടെന്ന് ഒരു സെക്കൻഡ് എന്റെ കയ്യിൽ നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. എന്തായാലും ഇപ്പോ വിനോദും സുചിത്രയും എന്തായാലും ഇതിൽ നിന്ന് പിന്മാറിയ രീതിയിലേക്കാണല്ലോ. അപ്പൊ കാര്യങ്ങൾ എന്തായാലും ഇതുപോലെ തന്നെ പോട്ടെ. ചിലപ്പോൾ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് വിനോദിന്റെയും അനുഗ്രഹയുടെയും വിവാഹമായിരിക്കും. അതുകൊണ്ടിട്ട് കാര്യങ്ങളൊക്കെ ഇവിടെയും വരെ എത്തിയത്. എന്തായാലും താനിപ്പോ ഈ കാര്യം ആരോട് പറയാനും നിൽക്കണ്ട, ഒന്നിനും നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് അവിടുന്ന് പോവാണ്. വിശിതക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ശരിയാണ്, വിവാഹം വരെ ആയി, പിന്നെ വിനോദം ഏകദേശം ഒഴിഞ്ഞ പോലെ ആയി, സുചിത്രയും അതിനോട് പൊരുത്തപ്പെട്ടു. ഇനിയിപ്പോ ആർക്കു വേണ്ടത് സംസാരിക്കണത്? ഇഷിതയും അത് വേണ്ടത് വെക്കുവാണ്. അങ്ങനെ ഇവർ സംസാരിക്കണതൊക്കെ തന്നെ കൈലാസാണെങ്കിൽ കേൾക്കുന്നുണ്ട് കേട്ടോ. കൈലാസിന് ഇത് നല്ലൊരു പിടിവള്ളിയാണ്. കൊള്ളാം, അടിപൊളി ന്യൂസ് തന്നെ. ചൂടോടുകൂടി തന്നെ ആകാശിന്റെ ചെവിയിലേക്ക് എത്തിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ആകാശിന്റെ മൊബൈലിലേക്ക് വിളിക്കുകയാണ്. ഹലോ, ആ എന്താ കൈലാസ് സ്വാമികൾ, അവിടെ എന്തെങ്കിലും പുതിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ, എന്തെങ്കിലും പുതിയ ന്യൂസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ, പിന്നെ നല്ല അടിപൊളി ന്യൂസ് കേട്ടിട്ടുണ്ട്. എന്താ അത്? ഈ വിനോദിന്റെ പിന്നെ ഈ അരുന്ധതി എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തിന്റെ മകളുണ്ടല്ലോ, ഒരു അനുഗ്രഹ, അവളുടെ വിവാഹ നിശ്ചയമാണല്ലോ 2 ദിവസം കഴിയുമ്പോൾ നടക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതെ, വിവാഹ നിശ്ചയമാണ്. പക്ഷെ അത് നടന്ന എന്റെ പ്ലാൻ എല്ലാം പൊളിയും. ആ അരുന്ധതി ആരാന്നറിയാവോ? ആ കേരള ചാപ്റ്റർ അവനെ കൊടുക്കാൻ വേണ്ടിയാ തീരുമാനിച്ചിരിക്കണത്. അതോടുകൂടി ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും. മഹേഷിന്റെ ലെവല് തന്നെ മാറും. അതുകൊണ്ട് ഈ വിവാഹം നടന്നില്ലെങ്കിൽ അത്രയും നല്ലത്. എന്താ, വിവാഹം നടക്കാതിരിക്കാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ട്, അതിനുള്ളൊരു വഴി കിട്ടിയിട്ടുണ്ട്. അതെയോ? എന്താ ആ വഴിയും ചോദിക്കുമ്പോ, ഈ വിനോദും അനുഗ്രഹയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ വിനോദിന് വേറൊരു പ്രണയം ഉണ്ടെന്ന് പറയാണ്. പ്രണയോ? ആർക്ക്, വിനോദിനോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് ആകാശ് പറയുമ്പോ, ഉണ്ടെന്നേ, തീർച്ചയായിട്ടും ഉണ്ട്. പെണ്ണ് വേറെ ആരുമല്ല, ആ ഇഷിത ഉണ്ടല്ലോ, അവളുടെ അനിയത്തി സുചിത്രയാണ്. അപ്പൊ ആ സുചിത്രക്ക് വേറൊരുത്തനായിട്ട് ഒരു അഫയർ ഉണ്ടായല്ലോ, വിവേക് എന്ന് പറഞ്ഞ ഒരുത്തനായിട്ട്. ആ, അതൊന്നും എനിക്ക് അറിയില്ല. ഇപ്പൊ ഈ വിനോദമായിട്ട് അഫയർ, ഇവരുടെ വിവാഹം, അതായത് അനുഗ്രഹയുടെ വിനോദന്റെ വിവാഹം ഉറപ്പിച്ചപ്പോ അവര് ബ്രേക്കപ്പ് ആയതാ. ഓഹോ, അപ്പൊ ഈ കാര്യം അനുഗ്രഹക്കും അരുന്ധതി മേഡത്തിന് അറിയില്ല അല്ലേ? ഇല്ല, അവർക്കറിയാൻ ഒരു ചാൻസും ഇല്ല. ആ, ശരി, നീ നല്ലൊരു ന്യൂസ് തന്നെ എത്തിച്ചേക്കണത്. നിന്നെ ഇതിനെ വേണ്ട രീതിയിൽ ഞാൻ കണ്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ് ഫോൺ വെക്കാണ്. അങ്ങനെ കൈലാസിനെ ഭയങ്കര സന്തോഷാവാണ്. ഹാവു, സമാധാനെ, മഹേഷിനിട്ടുള്ള ആദ്യ കൊട്ട് കൊടുക്കാൻ പറ്റി എന്നുള്ള സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ കൈലാസ് ആണെങ്കിൽ ഈ സത്യങ്ങളൊക്കെ തന്നെ അരുന്ധതി എടുത്തും അതുപോലെ തന്നെ അനുഗ്രഹം എടുത്തും പറയുന്നുണ്ട്. അനുഗ്രഹമാണെങ്കിൽ ഈ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് വിനോദിനോട്. അത് മാത്രല്ല, വിനോദ് അല്ലെങ്കിൽ തന്നെ ഈ സത്യങ്ങളൊക്കെ തന്നെ അനുഗ്രഹം എടുത്തും അതുപോലെ തന്നെ അവർക്ക് പറയാൻ വേണ്ടി തന്നെയായിട്ട് നിന്നത്. കാരണം വിനോദിനെ ഒട്ടും തന്നെ സങ്കല്പിക്കാൻ പറ്റുന്നില്ല. വിവാഹം എടുത്താൽ പിന്നെ ഒട്ടും പറ്റുന്നില്ല. എന്നാലും സത്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ വിവാഹം മുടങ്ങാണെങ്കിൽ മുടങ്ങട്ടെ, അല്ല അനുഗ്രഹക്ക് ഇപ്പോഴും തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അങ്ങനെ നടക്കട്ടെ എന്ന് വിനോദം തീരുമാനിക്കുകയാണ്. അങ്ങനെ സത്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വിനോദം വരുന്ന സമയത്താണ് ഈ സത്യങ്ങളൊക്കെ അനുഗ്രഹ വിനോദിനോട് തിരിച്ചു ചോദിക്കണത്. നിനക്ക് ഇങ്ങനെ സുചിത്രയായിട്ട് ഇഷ്ടത്തിലാണോ നിങ്ങള് എന്നൊക്കെ ചോദിക്കുമ്പോ അത് വിനോദ് സമ്മതിക്കുകയാണ് ചെയ്യണത്. അത് ഇഷ്ടത്തിലാണെന്ന് പറയാണ്. അനുഗ്രഹം ആകെ ഷോക്ക് ആവാണ്. സുചിത്രയോട് ചോദിക്കണ്ടേടി, നിനക്ക് വിനോദിന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിനക്കൊരു വാക്കിനോട് പറയായിരുന്നല്ലോ. നീ എന്റെ ഇഷ്ടവും ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചുകൊണ്ട് നീ അത് വേണ്ടെന്ന് വെക്കേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല എന്ന അനുഗ്രഹം നല്ല രീതിയിലാട്ടോ പറയണത്. പക്ഷെ അരുന്ധതിയുമായിട്ടുണ്ടല്ലോ, അവർക്കിത് സഹിക്കാവുന്നതിലപ്പുറമാണ്. കാരണം അവരുടെ മോള് അനുഗ്രഹം ഒരുപാട് നാളും ഒരുപാട് കാല് പിടിച്ചിട്ടുണ്ട് ഒരു വിവാഹത്തിന് സമ്മതിച്ചത്. അതും ആദ്യമായിട്ടാണ് അവൾ ഒരു പ്രണയത്തിൽ പോയി വീണത് വിനോദായിട്ട്. അതുകൊണ്ട് തന്നെ അരുന്ധതിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല ഈ വിവാഹം മുടങ്ങുന്നത്. അരുന്ധതി മഹേഷിനെ വിളിച്ചു പറയുന്നുണ്ട്, മഹേഷ്, എന്നാൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ ചതി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്താ മേഡം, എന്ത് സംഭവിച്ചു എന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും, മഹേഷ് എന്താ പൊട്ടം കളിക്കുവാണോ? മഹേഷിന് അറിയില്ലേ മഹേഷിന് എന്നെ വേറൊരു പ്രണയം ഉണ്ടെന്നുള്ള കാര്യം? അയ്യോ, അതിപ്പോ പ്രണയമില്ലാത്ത ആരാ മേടുള്ളത്? ഇത് അങ്ങനെയല്ല. എന്തായാലും എന്റെ മോൾക്ക് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ ചതിക്കാൻ പറ്റില്ലെന്നാ പറയണത്. സുചിത്ര ഇപ്പൊ അവളെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ. അതുകൊണ്ട് അവളെ ചതിച്ചുകൊണ്ട് വിനോദിനെ വിവാഹം കഴിക്കണ്ട എന്നാണ് അവളുടെ തീരുമാനം. എന്റെ മോളുടെ പ്രതീക്ഷയും സങ്കല്പങ്ങളും ജീവിതവുമാണ് മഹേഷിന്റെ കുടുംബം ഇല്ലാതാക്കിയത്. എന്തായാലും ഞങ്ങൾക്ക് ഇനി മഹേഷായിട്ടും മഹേഷിന്റെ കുടുംബമായിട്ടും ഒരു ബന്ധത്തിനും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ് അരുന്ധതി. മഹേഷിന് അത് വല്ലാത്ത ഷോക്ക് ആവാട്ടോ. മഹേഷ് അപ്പൊ തന്നെ ഇഷിതനെ വിളിക്കുന്നുണ്ട്. ഇഷിത എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്താ മഹേഷ്,
മഹേഷ് താൻ കൂടെ നിന്ന് ചതിച്ചു അല്ലേ എന്ന് പറയാണ്. ഞാൻ കൂടെ നിന്ന് ചതിച്ചുന്നോ? മഹേഷ് എന്തൊക്കെയാ പറയണത്? എനിക്കെല്ലാം മനസ്സിലായി. താൻ ആ അനുഗ്രഹടുത്ത് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു അല്ലേ എന്ന് പറയാണ്. സത്യങ്ങളോ? എന്ത് സത്യങ്ങൾ? വിനോദും സുചിത്രയും തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യമെന്ന് പറയുമ്പോ വിനോദ് അവിടെ ഉണ്ട് ട്ടോ. വിനോദ് പറഞ്ഞു, ചേട്ടാ വിചാരിക്കുന്ന പോലെയല്ല, വേണ്ട. നീ നിന്റെ എഴുത്തിനെ സപ്പോർട്ടൊന്നും ചെയ്യണ്ട. എനിക്ക് മനസ്സിലായി. ഇയാളുടെ അനിയത്തിക്ക് വേണ്ടി കൂടെ നിന്ന് ചതിച്ചതാണ്. എന്നാലും ഇത്രയൊന്നും വേണ്ടായിരുന്നടോ എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് ആകെ കുറ്റപ്പെടുത്തലാട്ടോ. ഇഷിത പറയണ്ട്, വിനോദ് മഹേഷിനെ തിരുത്താൻ വേണ്ടി നിൽക്കണ്ട. മഹേഷിന്റെ സ്വഭാവം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. സ്വഭാവം പെട്ടെന്ന് മാറുന്ന ഒരു ക്യാരക്ടറാണ്. അതിനെ മഹേഷിനെ കുറ്റമായിട്ട് കാര്യമില്ല. മഹേഷിന്റെ അമ്മ സ്വപ്നവല്ലിയും മഞ്ജിമ ചേച്ചി മഹേഷൊക്കെ ഒരേ സ്വഭാവം തന്നെയാണ് എന്ന് പറയാണ്. അല്ല, അച്ഛന്റെ തീരുമാനം ഇങ്ങനെ തന്നെയാണോ മോളെ? ഞാൻ മോളെ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല എന്ന് പറയുമ്പോ നമ്മുടെ ഇഷിത പറയണ്ട, അച്ഛന്റെ സ്വഭാവമാണ് വിനോദിനെ കിട്ടിയിരിക്കുന്നത്. സ്വന്തം നിലപാടിൽ നിൽക്കാനാണ്. പക്ഷെ മഹേഷ് അങ്ങനെയല്ല. മഹേഷിന്റെ ഈ നിലപാട് ഇങ്ങനെ മാറ്റുന്നതിനനുസരിച്ച് നിൽക്കുമ്പോ എനിക്ക് വലുത് ബുദ്ധിമുട്ടുണ്ട് മഹേഷിലൂടെ ജീവിക്കാനായിട്ട്. കാരണം ഓന്തിനെ പോലെയാണ് മഹേഷിന്റെ സ്വഭാവം മാറുന്നത്. ഞാനിപ്പോ ഓന്തെന്ന് വിളിക്കുന്നത് സത്യമായി എന്നൊക്കെ പറയാണ്. അങ്ങനെ ഇഷിതയും മഹേഷ് ചെറുതായിട്ടൊക്കെ തെറ്റുന്നുണ്ട് കേട്ടോ. അത് മാത്രല്ല, മഹേഷ് വീണ്ടും കുടിക്കാൻ വേണ്ടി തുടങ്ങണം. അങ്ങനെ മദ്യപിച്ചിട്ടൊക്കെയാണ് കേട്ടോ മഹേഷ് ഇപ്പൊ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വിവാഹം മുടങ്ങുക മാത്രല്ല, വിവാഹം മുടങ്ങുന്നതോടുകൂടി തന്നെ മഹേഷിന്റെ കമ്പനി മഹേഷിന്റെ കൈവിട്ടു പോവാണ്. അങ്ങനെ കേരള ചാപ്റ്റർ മേടിക്കാൻ വേണ്ടി, അരുന്ധതിയുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ വേണ്ടി ആകാശം മുൻകൈ എടുക്കുകയാണ്. അതൊട്ടും തന്നെ മഹേഷിനെ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ആട്ടോ. മഹേഷ് അങ്ങനെ ഒരു മുഴുക്കുടിയനായിട്ട് മാറുവാണ്. ഇഷിതക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇഷിതനെ വീണ്ടും കുറ്റപ്പെടുത്തുകയാണ് സ്വപ്നവല്ലി മഞ്ജിമയും കൂട്ടി. എല്ലാത്തിനും കാരണം നീയാണ്. ഈ കുടുംബം ഒന്ന് കരകയറി വരുമായിരുന്നു എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും. നിന്നെ എപ്പ എന്റെ മോൻ കെട്ടിക്കൊണ്ട് ഈ വീട്ടിലേക്ക് വന്നോ അന്ന് തുടങ്ങിയതാണ് ഈ വീട്ടിന്റെ നാശം. ഇപ്പൊ എന്റെ ഇളയ മോന്റെ വിവാഹവും മുടങ്ങി. നിനക്കും നിന്റെ അനിയത്തിക്കും നിന്റെ വീട്ടിലേക്കും വായ മൂടി ഇരുന്നാ പോരായിരുന്നോ? എന്റെ മോന്റെ ജീവിതം നീ തകർത്തത്. അനുഗ്രഹ നല്ലൊരു കുട്ടിയായിരുന്നു. നിന്റെ അനിയത്തിനേക്കാളും നല്ലൊരു കുട്ടി. ഞങ്ങൾക്ക് എല്ലാവർക്കും അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ വിവാഹമാണ് നീ മുടക്കിയത്. എല്ലാത്തിനും കാരണം നീയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിതനെ കുറ്റപ്പെടുത്തുവാട്ടോ. ഇഷിതക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. കാരണം വിനോദ സത്യങ്ങളൊക്കെ പറയാൻ വരുന്നുണ്ടെങ്കിൽ ഇഷിത അതിനെ സമ്മതിക്കുന്നുമില്ല കേട്ടോ. അങ്ങനെ എല്ലാ കുറ്റങ്ങളും ഇഷിതയുടെ തല്ലെടുത്ത് വെക്കുവാണ്. അത് മാത്രല്ല, വിനോദിന്റെയും അതുപോലെ തന്നെ അനുഗ്രഹയുടെ വിവാഹം മുടങ്ങാണ്. സ്വപ്നവല്ലി ഒരു കാര്യം കൂടി ഇഷിതടുത്ത് പറയണ്ട്, എന്തായാലും ഈ വിവാഹം മുടങ്ങി, പക്ഷെ ഈ ഗ്യാപ്പിലേക്ക് നിന്റെ അനിയത്തിനെ കൊണ്ടുവരാന്ന് നീ വിചാരിക്കണ്ട. ഒരിക്കലും വിനോദ് കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിന്റെ അനിയത്തി ഉണ്ടല്ലോ വിവേകിനെ സ്നേഹിച്ചു നടന്നവള്, അവളിപ്പോ എന്റെ മകൻ വിനോദിനെയാണല്ലോ സ്നേഹിക്കുന്നത്. അങ്ങനത്തെ ഒരു പെണ്ണിന് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വേണ്ടടി. നിന്നെ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെയാ നിന്റെ അനിയത്തി. എന്തായാലും അവളുടെ വിനോദിന്റെ വിവാഹം ഞങ്ങൾ ജന്മത്തിൽ നടത്തി തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നവല്ലി മഞ്ജിമയെ വെല്ലുവിളിക്കട്ടെ. മഞ്ജിമ പറഞ്ഞിട്ട്, അമ്മ ഒരിക്കലും ആ സുചിത്ര എന്ന് പറഞ്ഞ ഇവിടെ കയറ്റരുത്. ഇവളെക്കാളും രണ്ടിരട്ടി കൂടുതൽ അവൾക്ക് തണ്ട്. അതുകൊണ്ട് അവൾ ഒരിക്കലും ഇവിടെ കയറ്റരുത് എന്നൊക്കെ പറയണം. അങ്ങനെ പ്രശ്നങ്ങളാണ്. വിവാഹം മുടങ്ങുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ ഇനി ഈ ആഴ്ച കാണാൻ പോണത്. ആകെ ഒരു ദിവസത്തെ പ്രൊമോ മാത്രമേ ഫുള്ളായിട്ട് കാണിച്ചിട്ടുള്ളൂ. അത് തിങ്കളാഴ്ചത്തെ പ്രൊമോ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.